ഹലോ ഗീസ്. അപ്പം അങ്ങനെ ഏറെ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഞാൻ എറണാകുളം സ്റ്റേഷനിൽ വന്നു. ജംഗ്ഷനിലായിരുന്നു വന്നത്. മെമ്മൂനത്തായിരുന്നു പോകുന്നത്. 1:30 ഒക്കെ കഴിയും ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സീറ്റ് കിട്ടും. നേരത്തെ വന്നാലേ സീറ്റ് കിട്ടും, അല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ പാടാണ് മെമ്മൂനത്ത്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ എടുത്തു. കറക്റ്റ് 1:30 തന്നെ ട്രെയിൻ എടുക്കും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല. പിന്നെ എല്ലാവരും നിർത്തി പോകുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ആകെ പറ്റിയൊരു പണിയെന്ന് പറഞ്ഞാൽ കറക്റ്റ് വെയിലുള്ള സ്ഥലമായിരുന്നു ഞാനിരുന്നത്. ഉറങ്ങാൻ കുറച്ച് പാടുപെട്ട്. എങ്കിലും ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം ഉണർന്നപ്പം നല്ല ചൂടും ഭയങ്കരമായിട്ട് വിയർത്ത്. അപ്പം പിന്നെ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്ന എനിക്ക് ഉറങ്ങാൻ കുറച്ച് പാടായിരുന്നു. വെയിലിൻ്റെ ഒരു പ്രശ്നമുള്ളത്. അതുകൊണ്ട് സാധാരണ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എനിക്കൊരു ഉറക്കം അത് മസ്റ്റാണ്. ഇതിന് മുമ്പൊക്കെ ഞാൻ പോകുന്നത് രാത്രി സമയം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യൂ ഒന്നും എനിക്ക് കിട്ടാറില്ല. ഇന്നിപ്പോൾ പകലായതുകൊണ്ട് ഈ നല്ല വ്യൂസൊക്കെ കണ്ടു പോകാൻ പറ്റി. പിന്നെ അതിന് ശേഷം വീണ്ടും ഒരുറക്കമൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ കായംകുളം ട്രെയിൻ എത്തിയെന്ന് മനസ്സിലായത്. കായംകുളം എത്തിക്കഴിയുമ്പോൾ സത്യം പറഞ്ഞൊരു പ്രത്യേക അനുഭൂതിയാണ്. ഇനി അങ്ങോട്ട് കൊല്ലമാണ്, നമ്മുടെ നാട്, സ്വന്തം നാടായി എന്ന് പറയുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ശാസ്താംകോട്ടയും കഴിഞ്ഞ് ട്രെയിൻ താണ്ടേ എൻ്റെ നാട്ടിലേക്ക് കയറുകയാണ് ഗൈസ്. എൻ്റെ നാട് മൺട്രോതുരുത്താണ്. ശരിക്കും പറയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് 2 ദിവസമല്ല 3 ദിവസമല്ല, എത്ര ദിവസം മാറി എന്ന് പറഞ്ഞാലും തിരിച്ചവിടെ വരുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ എറണാകുളത്തോട്ട് തിരിച്ചു വരുമ്പോഴും എനിക്ക് ഈ ഫീല് കിട്ടാറുണ്ട്. അതൊരു പ്രത്യേക സുഖമാണ്. നമ്മുടെ നാട്, വീട്, ആൾക്കാർ, അതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീല്. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുക, അത്യാവശ്യം നല്ലോണം അമ്മയുടെ മീൻകറിയും മോരുമൊക്കെ കൂട്ടി നല്ലോണം ആഹാരം കഴിക്കുക. ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ ഇരിക്കുന്നത്. പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോക്കാരൻ ചേട്ടനെ വിളിച്ചു. ഓട്ടോക്കാരൻ ചേട്ടൻ വന്നു, പിക്ക് ചെയ്തു. ദാണ്ടേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് നല്ല രീതിയിൽ സുഖമായിട്ട് നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കണം. അതൊക്കെയാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു, ഉമ്മാ.